മിക്കവർക്കും അറിയത്തില്ല എന്താണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന്. മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു അസുഖത്തിൽപ്പെട്ടതാണ്. പലർക്കും കണ്ടുവരുന്ന കാണും. കുറച്ച് ദിവസം വയറ്റിൽ നിന്ന് പോകാതിരിക്കുക, പിന്നെ കുറച്ച് ദിവസങ്ങളിൽ ലൂസ് സ്റ്റൂൾ പോലെ വയറ്റിൽ നിന്ന് ഭയങ്കര ഇതായിട്ട് ഫ്രീക്വൻ്റായിട്ട് പോയിക്കുക. അങ്ങനെ മിക്സായിട്ടൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതെന്താണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. അപ്പം നമ്മളിത് വയറ്റിൽ നിന്ന് പോകാനായിട്ടാന്ന് ഓർത്തില്ലേ മരുന്ന് മേടിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആകാതെ വരുമ്പോഴാണ്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ കുറച്ച് ഫുഡ് ഒഴിവാക്കേണ്ടതുണ്ട്. ലൈക്ക് ലൈക്ക് മിൽക്ക് പോലുള്ള ഫുഡ് ഇത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ആകാതെ വരുമ്പോഴാണ് നമുക്ക് ഒരു തരം കണ്ടമാനം ഗ്യാസ് പോകുന്ന പോലെ വയൽക്കുടയും അല്ലാതെയും ഗ്യാസ് പോകുന്ന പോലെ അവസ്ഥ, വയറ്റിൽ കിടന്ന് ബ്ലോട്ടിങ് ആയിട്ടുള്ള ഒരവസ്ഥ, ഇങ്ങനെ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുക. അതിൻ്റെ പല അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കിത് മനസ്സിലാകുന്നത് ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മളവർക്ക് ഇതെന്താണ്. അപ്പോൾ ഈ ഇങ്ങനെ പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക. പിന്നെ മെയിനായിട്ട് പക്ഷേ നിങ്ങൾക്ക് തൈര് കഴിക്കാം. തൈര് വളരെ നല്ലൊരു ഇതാണ്, ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ കോഫി കണ്ടമാനം കുടിക്കുന്നത് ഒഴിവാക്കുക. കൂടുതലായിട്ട് പുറമേ നിന്നുള്ള മധുരം, ആർട്ടിഫിഷ്യലായിട്ടുള്ള മധുര സാധനങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ ആണെങ്കിൽ കൂടുതലും ഈ ജീരകവെള്ളം അങ്ങനെയുള്ള വെള്ളങ്ങൾ കുടിക്കുക, അതൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നവർ മെയിനായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഡയറി പ്രൊഡക്റ്റുകൾ ഒഴിവാക്കുക. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇത്രയുള്ള ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോത്തെക്കുറിച്ച് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ ഇനി എന്തൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ കാണാം.